ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകോവിനം. വാൽമീകിസംഭൂത രാമാംഭോനിധി സംഗത ശ്രീമദ് രാമായണീ ഗംഗ പുനാതു ഭുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 29ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വസിഷ്ഠൻ്റെ കാമധേനുവിനെ ബലാത്കാരേണ തൻ്റെതാക്കി തീർക്കാൻ ശ്രമിച്ച വിശ്വാമിത്രനുണ്ടായ പരാജയങ്ങളും വിശ്വാമിത്രൻ വീണ്ടും വീണ്ടും തപസ് ചെയ്തൊക്കെയാണ്. അദ്ദേഹം ആദ്യം കായികബലം കൊണ്ട് സാധിക്കില്ല എന്ന് കണ്ടപ്പോൾ തപസ് ചെയ്തു. തപസ്സിൻ്റെ ഫലമായിട്ട് കുറേ ദിവ്യാസ്ത്രങ്ങളൊക്കെ സമ്പാദിച്ചു. എന്നിട്ടും അദ്ദേഹം വസിഷ്ഠനോട് പരാജയപ്പെടുക ചെയ്തതെന്ന് കണ്ടു. അങ്ങനെ ക്രോധത്തോടു കൂടി വീണ്ടും തപസ് ചെയ്തു. തപസ് ചെയ്തപ്പോഴും അദ്ദേഹത്തിന് ബ്രഹ്മർഷി പദം കിട്ടണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. പക്ഷേ അത് സാധിച്ചില്ല. രാജർഷി പദം മാത്രമേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും ബ്രഹ്മർഷി പദം തന്നെ നേടണമെന്ന് വിചാരിച്ച് തപസ് ചെയ്യാൻ. ആ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് നടന്ന ചില സംഭവങ്ങളാണ് 61, 62 സർഗങ്ങളിൽ പറയുന്നത്. ഈ കഥ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത്, ഈ കഥ മറ്റു പുരാണങ്ങളിലും മഹാഭാരതത്തിലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആളുകളുടെ പേരും ഒക്കെ കുറച്ച് വ്യത്യാസമാണ്. എന്നാലും അത് കേൾക്കാം നമുക്ക്. ഇദ്ദേഹം രണ്ടാമതും ബ്രഹ്മർഷിപദം നേടാമെന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി വിശ്വാമിത്രൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുക ചില സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുകയാണ്. അന്ന് അയോധ്യാധിപതിയായിരുന്നത് അംബരീഷൻ എന്ന് പറഞ്ഞ രാജാവാണ്. അദ്ദേഹം ഒരു യജ്ഞം നടത്തിക്കൊണ്ടിരിക്കെ പുരാണങ്ങളിൽ പലരിക്കലും കാണുന്ന പോലെ യജ്ഞപശുവെ ഇന്ദ്രൻ അപഹരിച്ചു. പശു വീണ്ടെടുത്ത് കൊണ്ടുവരാൻ രാജാവിന് സാധിച്ചില്ല. സാധിക്കാതെ വന്നപ്പോൾ ഋത്വിക്കുകൾ പറഞ്ഞു, യജ്ഞപശുവിനെ രക്ഷിക്കാൻ കഴിയാത്ത രാജാവിന് വലിയ പാപം തന്നെ വന്നു ചേരും. യജ്ഞം മുടങ്ങിപ്പോവുകയും ചെയ്യല്ലോ. അതുകൊണ്ട് പകരം എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കണം. അതിലൊന്നും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അനവധി സമ്പത്ത് ദാനം ചെയ്തിട്ട് ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യ പശുവിനെ നരമേധം തന്നെ നടത്താമെന്നർത്ഥം. പശുവിന് പോലെ അഥവാ കുതിരയ്ക്ക് വേറെ ഒരു മനുഷ്യനെ കൊണ്ടുവന്നിട്ട് ബലി കൊടുക്കാം. പക്ഷെ അങ്ങനെ മനുഷ്യരെ കിട്ടുക എളുപ്പമല്ലല്ലോ. അതുകൊണ്ട് ലക്ഷക്കണക്കിന് പശുക്കളെ കൊടുത്തിട്ടോ രത്നധനധാന്യങ്ങളൊക്കെ കൊടുത്തിട്ടോ എങ്ങനെയെങ്കിലും പ്രലോഭിപ്പിച്ച ഒരാൾ സമ്പാദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പരിഹാരമേ ഉള്ളൂ. അങ്ങനെ വന്നപ്പോൾ രാജഭടന്മാർ ഏതെങ്കിലും ആൾ അതിൽ സന്നദ്ധനുണ്ടോ എന്ന് അന്വേഷിച്ച് നടന്നു. അപ്പോഴാണ് ഋജീകൻ എന്നൊരു മഹർഷി, അദ്ദേഹം സന്യാസിയല്ല മഹർഷിയാണ്, താപസ വൃത്തിയൊക്കെയുള്ള ആളാണ്, ബ്രാഹ്മണനാണ്. അദ്ദേഹം ഭാര്യാപുത്രന്മാരോട് കുടിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ചില കുറച്ച് ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്നു വിചാരിക്കാം. അതിനെപ്പറ്റിയൊന്നും ഇവിടെ അത്ര വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല. ഈ കഥ തന്നെ ദേവീഭാഗവത്തിലൊക്കെ ഉള്ളത്. അജീകർത്തൻ എന്ന് പറഞ്ഞ ബ്രാഹ്മണൻ്റെ മകനെയാണ് രാജാവ് വില കൊടുത്ത് വാങ്ങാൻ നോക്കിയെന്നാണ്. ഇങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ട്. അതേപോലെ ഈ രാജാവിൻ്റെ പേരും നേരത്തെ പോലെ അംബരീഷൻ എന്നല്ല, മറ്റേ ഹരിശ്ചന്ദ്രൻ, സാക്ഷാൽ ഹരിശ്ചന്ദ്രൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തതെന്നാണ് ഭാഗവത്തിലൊക്കെയുള്ള സൂചനകൾ. ദേവീഭാഗത്തിൽ ആ കഥയൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വിട്ടുകളയാം. ഞാനത് പറയുന്നത് കേൾക്കുന്നവർ ചിലപ്പോൾ അങ്ങ് വിചാരിക്കും കഥ നമ്മളോട് തെറ്റിപ്പോവാണോ അല്ലെങ്കിൽ മാറിപ്പറയാണോ എന്ന് വിചാരിക്കേണ്ട ധാരണയിലാണ്. അജീകർത്തൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ്റെ മകനെ വാങ്ങിയതായിട്ടാണ് ദേവീഭാഗത്തുള്ളത്. പലതിക്കണം ഇവിടെ ഏതായാലും ഈ ഋജീകൻ എന്ന മഹർഷിയുടെ പുത്രനെയാണ് വാങ്ങാൻ നോക്കുന്നത്. അദ്ദേഹത്തിന് 3 പുത്രന്മാരുണ്ടായിരുന്നു. അപ്പോൾ 1,00,000 പശുവെ പകരമായി വാങ്ങിയിട്ട് ഒരു പുത്രനെ രാജാവിനെ ഹോമകാര്യത്തിന് വേണ്ടിയിട്ടത് ബലി കൊടുക്കാൻ വേണ്ടി വിട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ നമുക്ക് അത്ഭുതം തോന്നിക്കുന്ന കഥകളാണ്. കാരണം ഒരു മനുഷ്യ ശിശുവിനെ അതുപോലെ ബ്രാഹ്മണൻ 1,00,000 പശുവിന് പകരമായിട്ട് ബലി കൊടുക്കാൻ നിശ്ചയിച്ചു പറഞ്ഞാൽ അത്ഭുതമായിട്ട് തോന്നും. അതിൻ്റെ വിശദാംശങ്ങളൊന്നും പുരാണങ്ങളിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു മകനെ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഏത് മകനെയാണ് കൊടുക്കേണ്ടത്? ആദ്യത്തെ മകനെ കൊടുക്കാൻ ഈ ബ്രാഹ്മണന് ഇഷ്ടമുണ്ടായിരുന്നില്ല. പഴയൊരു സങ്കല്പപ്രകാരം തൻ്റെ മരണാനന്തരക്രിയകളൊക്കെ ചെയ്യാൻ ബാധ്യതയും അധികാരമൊക്കെ ഉള്ളത് മൂത്ത പുത്രനാണ്. മൂത്ത പുത്രന്മാരോടാണ് അച്ഛന്മാർക്ക് സ്വതേ താല്പര്യം ഉണ്ടാവുക എന്നാണ് പഴയൊരു സങ്കല്പം. ഇതൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്.
പിന്നെ ഇളയ മകനും കൊടുക്കാൻ അമ്മയും ഇഷ്ടപ്പെട്ടില്ല എന്നാണ്. ഇളയ മക്കളോടാണ് അമ്മമാർക്ക് ഇഷ്ടം എന്നാണ് ഇവിടെ രസമായിട്ട് പറയാറുള്ളത്. പ്രസവവും ജീവിതമൊക്കെ അതോടുകൂടി കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഇളയ മക്കളോടാണ് അവർ സന്തോഷമുള്ളതാണ്. ഇതാ അതപ്രീ അതുകൊണ്ട് കൊടുക്കാൻ അമ്മമാർക്കും ഇഷ്ടമില്ല എന്നാണ്. അപ്പോൾ പിന്നെ ആര് കൊടുക്കാനുള്ളൂ? ഈ നടുക്കുള്ള ശുനശേഖൻ എന്ന് പറയുന്നൊരു മകനുണ്ട്. ആ ശുനശേഖൻ്റെ പേര് പുരാണങ്ങളിലൊക്കെ അങ്ങനെയാണുള്ളത്. പക്ഷെ അവരുടെ അച്ഛൻ്റെ പേരൊക്കെ വ്യത്യാസമല്ല. അധരാജ എന്തൊക്കെ എങ്ങനെയാണ് ചെയ്തത്? പിതാ ജ്യേഷ്ഠ അവിക്രയം മാതാചാഹ കനീയസം വിക്രയം മധ്യമം മന്യേ രാജപുത്രാൻ നയസ്വമാം. അതായത് പിതാവിന് മൂത്തവന് കൊടുക്കാൻ താല്പര്യമില്ല, ഇളയമകന് കൊടുക്കാൻ അമ്മയ്ക്കും താല്പര്യമില്ല. അങ്ങനെ വിക്രയം മധ്യമം മന്യേ, ഒരു മധ്യമനായ പുത്രനെ ശുനശേഖന് ഈ അംബരീഷ രാജാവിന് ബലി കൊടുക്കാൻ വേണ്ടി കൊടുത്തു. എങ്ങനെ? ഹിരണ്യസ്യ സുവർണസ്യ കോടീഭി രത്നരാശിഭി എന്നൊക്കെ പറഞ്ഞു. ധാരാളം രത്നങ്ങൾ, കോടിക്കണക്കിന് രത്നങ്ങളും സ്വർണ്ണനാണയ കൂമ്പാരവും 1,00,000 പശുക്കളെയും വാങ്ങിയിട്ടാണ് ഈ ഋതീകൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ തൻ്റെ മകനെ വിൽക്കുന്നത്. ഇത്രയധികം കൊടുത്തിട്ടാണ് രാജാവാകുന്നത് അർത്ഥം. അങ്ങനെ യാതൊരു നിവൃത്തിയില്ലാതെ പാവം ഈ ശുനശേഖൻ എന്ന് പറയുന്ന മധ്യമപുത്രൻ, ഇതിനെപ്പറ്റിയാണ് സംസ്കൃതത്തെ പ്രസിദ്ധമായ മധ്യമ വ്യായോഗം എന്നുള്ള നാടകമൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിനൊക്കെ വിഷയതാണ്. അങ്ങനെ ശുനശേഖനെ പുൽക്കയർ കൊണ്ടൊക്കെ കെട്ടിയിട്ട് ഒരു യജ്ഞപശുവായിട്ട് കൊണ്ടുപോയായിരുന്നു. രാജാവ് ഉണ്ടായിരുന്നു കൂടെ എന്നാണ് ഇവിടെ കാണുന്നത്. ഏതായാലും അവർ സ്വന്തം രാജ്യത്തെത്തി യജ്ഞസ്ഥലത്തെത്തിയിട്ട് വേണമല്ലോ യജ്ഞം ചെയ്യാൻ. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ പുഷ്കര തീർത്ഥത്തിൻ്റെ അടുത്ത് വിശ്രമിച്ചു രാജാവ്. അപ്പോൾ ഈ ശുനശേഖൻ അടുത്ത് തന്നെ ഉണ്ട്. അങ്ങനെ രാജാവ് വിശ്രമിക്കുന്നതായ സമയത്ത് യാദൃച്ഛികമായിട്ട് ഈ ശുനശേഖൻ, ഈ ഋതീകപുത്രൻ വിശ്വാമിത്രനെ കണ്ടു. അദ്ദേഹം അതിൻ്റെ അടുത്താണ് തപസ് ചെയ്യുന്നത്. മൂന്നാമത് വാശി പിടിച്ച് തപസ് ചെയ്യാൻ പുറപ്പെട്ട് പുഷ്കര തീർത്ഥത്തിൻ്റെ സമീപത്തായിരുന്നു. അതുകൊണ്ട് വിശ്വാമിത്രൻ അദ്ദേഹം കാണാനിടയായപ്പോൾ ഈ വിശ്വാമിത്രനാകട്ടെ ഇവിടെ പറയുന്നത് ഈ ഋതീകൻ്റെ ഒരു അമ്മാവനുമാണ്. അതായത് ഋതീകൻ സത്യവതിയാണ് വിവാഹം ചെയ്തത്. സത്യവതി വിശ്വാമിത്രൻ്റെ പെങ്ങളാണ്. അപ്പോൾ പക്ഷേ മറ്റ് പുരാണങ്ങളിലേക്കുള്ള ഋതീകൻ ഇങ്ങനെ 3 പുത്രന്മാരുണ്ടെന്നോ, പുത്രന്മാർ ഒരാൾ അദ്ദേഹം വിറ്റു എന്നൊന്നും വേറെ പുരാണങ്ങളിൽ കാണില്ല. അവിടെയൊക്കെ ഉള്ളത് പ്രസിദ്ധമായ കഥയുള്ളത് ഋതീകൻ്റെ മകനായി സത്യവതിയിൽ സാക്ഷാൽ പരശുരാമൻ്റെ പിതാവായ മഹർഷി ജനിച്ചു എന്നൊക്കെയാണ് അവിടെ ഉള്ളത്. ഇങ്ങനെ കുറേ കഥകളിൽ വ്യത്യാസമുണ്ട്. ഏതായാലും ഇരിക്കട്ടെ. ഈ രാജാവിൻ്റെ അടുക്കൽ നിന്ന് രാജാവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കെ ഈ ശുനശേഖൻ എന്ന് പറയുന്നതായ ഈ മധ്യമപുത്രൻ വിശ്വാമിത്രനോട് പറയുന്നത്, എൻ്റെ കാര്യം വലിയ കഷ്ടമാണ്. എന്നെ അച്ഛനന്മാരിങ്ങനെ ഒരു യജ്ഞപശുവായിട്ട് വിറ്റിരിക്കുകയാണ്. അപ്പോൾ അവരുടെ വാക്കിന് ലംഘനം ഉണ്ടാവരുത്. രാജാവിൻ്റെ കാര്യം നടക്കുകയും വേണം, എൻ്റെ ജീവൻ രക്ഷിക്കുകയും വേണം. ഇതൊക്കെ അങ്ങ് ഭാരം എടുക്കണം, എനിക്ക് വേറെ ആരും രക്ഷിക്കാനില്ല എന്ന് പറഞ്ഞു. അമ്മാവനും കൂടിയാണല്ലോ. അപ്പോൾ എന്തായാലും കുട്ടിയുടെ അഭ്യർത്ഥന എൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് മാത്രമല്ല, അത്ര ധാർമ്മിക ബുദ്ധി ഉണ്ടായിരുന്നു. രാജാവ് ഇത്രയൊക്കെ ലക്ഷക്കണക്കിന് രത്നങ്ങളും പശുക്കളൊക്കെ കൊടുത്തിട്ടാണ് തന്നെ വാങ്ങിയത്. എന്നിട്ട് തന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടായില്ല എന്ന് വന്നാൽ അതൊക്കെ സങ്കടമാണ്. അപ്പോൾ രാജാവിന് യജ്ഞത്തിന് പ്രയോജനം കിട്ടുകയും വേണം, തൻ്റെ ജീവൻ രക്ഷിക്കുകയും വേണം. അച്ഛനന്മാർ തന്നെ വിറ്റതാണല്ലോ, ആ വിറ്റതിന് പ്രയോജനം ഉണ്ടാവണമല്ലോ. ഇതൊക്കെ അങ്ങ് പരിഹരിക്കണേ വേണം. വിശ്വാമിത്രനോട് തന്നെ ചില മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ മന്ത്രം കൊണ്ട് ഇന്ദ്രനെ ഉപാസിക്കാൻ. ഇവിടെയും ചില വ്യത്യാസമുണ്ട്. മറ്റു പുരാണങ്ങളിലൊക്കെ ഉള്ളത് വരുണദേവനെ ഉപാസിക്കാൻ വേണ്ടിയിട്ട് മന്ത്രം പറഞ്ഞു കൊടുത്തു തോന്നും. വരുണന് ബലി കൊടുക്കാമെന്നാണ് ഹരിശ്ചന്ദ്രൻ പറഞ്ഞിരുന്നതെന്നൊക്കെയാണ് മറ്റു പുരാണങ്ങൾ. നേരത്തെ പറഞ്ഞ ഹരിശ്ചന്ദ്ര രാജാവ് യജ്ഞം ചെയ്തതായിട്ടാണ് ഭാഗവത്തിലും ദേവി ഭാഗവത്തിലും ഒക്കെ കാണുക. ഇങ്ങനെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഏതായാലും ആ മന്ത്രം കഴിഞ്ഞപ്പോൾ ഈ ബ്രാഹ്മണകുമാരൻ ആ മന്ത്രം ശ്രദ്ധയോടുകൂടി 2 വട്ടം ജീവിച്ചിട്ട് തിരിച്ചു വന്നു. രാജാവിനോട് പറഞ്ഞു. രാജാവിൻ്റെ വിശ്രമം കഴിഞ്ഞു, രാജ്യത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ യജ്ഞസ്ഥലത്തെത്തി. യജ്ഞസ്ഥലത്ത് വെച്ചിട്ട് തസ്യതത്വജനം ചുത്വാ വിശ്വാമിത്രോ മഹാതപാ സാന്തയിത്വാ ബഹിതം പുത്രാനിതം. അപ്പോൾ അതിനിടയ്ക്ക് ഒരു വിദ്യ ഉണ്ടായെന്ന് വെച്ചാൽ ഈ പുത്രനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഈ ബ്രാഹ്മണപുത്രനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിശ്വാമിത്രൻ വേറൊരു ഉപായം നോക്കി. അതായത് തനിക്ക് വിശ്വാമിത്രൻ 100 മക്കളുണ്ടെന്നാണ്. മധുച്ഛന്ദസ് മുതലായ 100 മക്കളുണ്ടായിരുന്നു. അദ്ദേഹം രാജാവായിരുന്നല്ലോ. അത് ആദ്യമേ തപസ്യായിരുന്നില്ല, പിന്നീട് മഹർഷിയായി തീർന്നതാണ്. രാജാവിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് 100 മക്കളുണ്ട്. ഈ 100 മക്കളെയും വിളിച്ചിട്ട് വിശ്വാമിത്രൻ പറഞ്ഞു, ഈ ബ്രാഹ്മണപുത്രനായ ശുനശേഖൻ വലിയ കഷ്ടത്തിലാണ്,
അയാളെ രക്ഷിക്കണമെന്ന് എനിക്ക് വിചാരമുള്ളതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അച്ഛൻ പറഞ്ഞ പോലെ അനുസരിക്കേണ്ടവരാണല്ലോ മക്കൾ. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ കുട്ടിക്ക് പകരമായിട്ട് യജ്ഞപശുവായിട്ട് ബലി കൊടുക്കാൻ സന്നദ്ധനാവണം. ബലിക്ക് നിന്ന് കൊടുക്കണം എന്നർത്ഥം. അങ്ങനെയാണ് ഈ കുട്ടിയെ രക്ഷിക്കാം. അപ്പോൾ ഈ വളരെ അത്ഭുതകരമായ ഒരാവശ്യമാണ് വിശ്വാസത്തിൽ ഉന്നയിച്ചത്. സ്വന്തം മക്കളെ ബലി കൊടുക്കുകയാണ് ആരെ വേറൊരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇത് സ്വാഭാവികമായും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ മക്കൾ കുറച്ച് അഹങ്കാരവും കുറച്ച് പരിഹാസത്തോടു കൂടി വിശ്വാസത്തിനോട്, അച്ഛനായ വിശ്വാസത്തിനോട് പറഞ്ഞു, ഇത് ഏത് ലോകത്തിലെ ന്യായമാണ്? സ്വന്തം മക്കളെ ബലി കൊടുത്തിട്ട് ആരാൻ്റെ കുട്ടികളെ രക്ഷിക്കണമെന്ന് വിചാരിക്കുന്ന അങ്ങയുടെ സ്വഭാവം ഉണ്ടല്ലോ, ഇത് വളരെ അത്ഭുതം തന്നെ, ഇത് മര്യാദയുള്ള ഏർപ്പാടല്ല എന്ന് മക്കൾ ഒത്തുപോയി പറഞ്ഞു അദ്ദേഹത്തോട്. അതുകൊണ്ട് ഈ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് മക്കൾ പറഞ്ഞത്. പറഞ്ഞത് ശരിയാണ്. സ്വന്തം ജീവൻ കളയാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവുമോ? കഥം ആത്മസുതൻ ഹിത്വാ ത്രായസന്യേന സ്വതം വിഭോ അകാര്യമിവ പശ്യാമ അശ്വമാംസമിവ ഭോജനേ എന്നൊക്കെയാണ് ആ മക്കൾ വിശ്വാമിത്രനോട് പറഞ്ഞത്. കഥം ആത്മസുതാൻ ഹിത്വ, സ്വന്തം തനിക്കുണ്ടായ പുത്രന്മാരെ ഉപേക്ഷിച്ചിട്ട് ത്രായസയെ അന്യം സ്വതം വിഭോ, അന്യൻ്റെ മക്കളെ രക്ഷിക്കണം എന്ന് വിചാരിക്കുന്ന ഈ സ്വഭാവമുള്ളത്, ഇത് ഈ പട്ടിയുടെ മാംസം തിന്നുന്നത് പോലെ പരിഹാസ്യമാണ്, അന്യായമാണ് എന്നൊക്കെ പറഞ്ഞു വരും. തേഷാം തദ്വചനം ശ്രുത്വാ പുത്രാണാം മുനിപുങ്കവ ക്രോധ സംരക്തനയനോ വ്യാഹർത്തുമുപചക്രമേന്നാണ്. ഇങ്ങനെ തൻ്റെ ആവശ്യത്തെ മക്കളിങ്ങനെ നിന്ദയോടുകൂടി നിരസിച്ച് കളഞ്ഞപ്പോൾ വിശ്വാസം ദേഷ്യം വന്നു. വിശ്വാസത്തെ പറഞ്ഞു, നിങ്ങളൊക്കെ വസിഷ്ഠപുത്രന്മാരെ പോലെ ചണ്ടാന്മാരായി സ്വാമിൻ്റെ മാംസം തിന്നുന്നവരായി തീരട്ടെ, 1000 വർഷം ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കട്ടെ എന്നൊക്കെ അവർ ശപിക്കുകയും ചെയ്തു. സ്വമാംസഭോജിന സർവേ വാസിഷ്ഠ ഇവ ജാതിഷു പൂർണ്ണം വർഷസഹസ്രന്തു പൃഥിവ്യാം അനുവത്സ്യതാം. വിശ്വാസത്തിൻ്റെ ഓരോ വിദ്യകൾ ആലോചിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഒരു നല്ല കാര്യം, ഒരു കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ടു. അത് തൻ്റെ മക്കളോട് ആവശ്യപ്പെട്ടു. മക്കളെ അനുസരിക്കാതിരുന്നപ്പോൾ മക്കളെ ശപിക്കുകയും ചെയ്തു. ഇങ്ങനെ പല പരാക്രമങ്ങളാണ് വിശ്വാസത്തിൻ്റെ ജീവിതത്തിലുള്ളത്. ഏതായാലും ഈ കുട്ടിക്ക് മന്ത്രം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം മന്ത്രം പറഞ്ഞു കൊടുത്തു. ആ മന്ത്രത്തെ വേണ്ടപോലെ ഉപാസിച്ചു. ഈ ശുനശേഖൻ അംബരീഷിനോട് പറഞ്ഞു, നമുക്ക് യജ്ഞസ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. യജ്ഞസ്ഥലത്ത് ചെന്നിട്ട് ഈ കുട്ടി വിശ്വാമിത്രനാൽ ഉപദേശിക്കപ്പെട്ട മന്ത്രം കൊണ്ട് ഇന്ദ്രനെ അവിടെ അവർ സ്തുതിച്ചു. ഇമേകാഥേദിവ്യേകായേതോ മുനിപുത്രക അംബരീഷസ്മേ തഥം സിദ്ധിമവാപ്സ്യസി. ആ മന്ത്രം ഉപദേശിക്കുമ്പോൾ വിശ്വാസത്തെ പറഞ്ഞു, നല്ലൊരു കുട്ടി ഈ മന്ത്രം കൊണ്ട് നന്നായിട്ട് ഉപാസിക്കുമോ, അങ്ങേക്ക് സിദ്ധി ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നു. യാഗസ്ഥലത്ത് ചെന്നിട്ട് കുട്ടി എന്ത് ചെയ്തു? സദസ്യാനുമതേരാജ്ഞ പവിത്രലക്ഷണ പശുവിൻ രക്തംബരം കൃത്വ യോപേതം സമബന്ധയിൽ. യാഗസ്ഥലത്തെത്തിയപ്പോൾ ഈ ശുനശേഖൻ നടന്ന കുട്ടിയെ ചുവന്ന പട്ടുകൊണ്ടൊക്കെ ഉടുപ്പിച്ചു, കയറുകൊണ്ട് പശുവിനെ പോലെ വലിക്ക് വേണ്ടി കെട്ടിയിട്ടു. സബദ്ധോ വാഗ്ഭിർ അഗ്രാഭി അഭിദുഷ്ടായ സ്വരവും. ആ കുട്ടി ദേവന്മാരെ ഈ മന്ത്രങ്ങളെ കൊണ്ട് സ്തുതിച്ചു. ഇന്ദ്രമിന്ദ്രാനുജൻ ജൈവ യഥാവൻ മുനിപുത്രകാം എന്നൊക്കെയാണ് ശ്ലോകത്ത് പറയുന്നത്. ബദ്ധനായി നിൽക്കുന്ന ആ മുനിപുത്രൻ ഉത്കൃഷ്ടങ്ങളായ ഋഗ്വേദ മന്ത്രങ്ങളെ കൊണ്ട് ഇന്ദ്രനെയും ഇന്ദ്രാനുജനെയും സ്തുതിച്ചു എന്നാണ് അവിടെയുള്ളത്. ഇന്ദ്രാനുജൻ എന്ന് പറയുന്ന പദവി വിഷ്ണുവിനുള്ളതാണ്. വിഷ്ണു വാമനാവതാര കാലത്ത് ഇന്ദ്രൻ്റെ അനുജൻ എന്നുള്ള പദവി സ്വീകരിച്ചിട്ടുണ്ട്. കാരണം അതിഥിയുടെ മകനായിട്ടാണ് വാമൻ ഉണ്ടായത്. അതിഥിയുടെ മകൻ തന്നെയാണ് ഇന്ദ്രനും. ഇന്ദ്രൻ മൂത്തപുത്രനും വാമൻ ഇളയപുത്രൻ എന്നുള്ള നിലയ്ക്ക് ഇന്ദ്രാനുജൻ എന്നൊരു പദവി വിഷ്ണുവിനുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇന്ദ്രാനുജൻ എന്ന് പറഞ്ഞത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ കഥകളിൽ കുറേ വ്യത്യാസമുണ്ട്. നേരത്തെ പറഞ്ഞ അഗ്നി സ്തുതിച്ചു, ചിലയ്ക്ക് അങ്ങനെയല്ല, വരുണദേവനെയാണ് സ്തുതിച്ചത് കാണുള്ളത്. ഏതായാലും ഇങ്ങനെ സ്തുതിച്ചപ്പോൾ ഇന്ദ്രൻ മുതലായ ദേവന്മാരൊക്കെ ഈ കുട്ടിയുടെ ഭക്തിപൂർണമായ, അദ്ദേഹം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ സ്തുതിക്കുന്നത്, ആ സ്തുതിയായിട്ട് സന്തോഷമായി. ഫലം ബഹുഗുണം രാമ സഹസ്രാക്ഷപ്രസാദ്യം അസത്തനായ സത രാജാതരശ്രേഷ്ഠ യജ്ഞസ്യ സമാപ്തവൻ. യജ്ഞത്തിൻ്റെ ഫലമൊക്കെ ഈ പശുബലി ഇല്ലാതെ തന്നെ, അഥവാ ഈ നരബലി ഇല്ലാതെ തന്നെ സാധിക്കുന്നു പറഞ്ഞ് അവർ അനുഗ്രഹിച്ചു. അങ്ങനെ രാജാവും രക്ഷപ്പെട്ടു, ഈ ശുനശേഖനും രക്ഷപ്പെട്ടു. യഥാർത്ഥത്തിൽ മറ്റു ചില കഥകളിലുള്ളത് ശുനശേഖൻ രക്ഷപ്പെട്ടതിന് ശേഷം അയാളുടെ പിതാവ് ആരാണെന്നുള്ളതിനെക്കുറിച്ച് വലിയ തർക്കം ഉണ്ടായി എന്നൊക്കെ ദേവീഭാഗത്ത് കാണാം. കാരണം ജന്മം കൊണ്ട് ഇവിടെ ഋതികൻ്റെ പുത്രനാണ്, അവിടെയാണ് അജീകർത്തൻ്റെ പുത്രനാണ്. ഏതായാലും ജനിപ്പിച്ചവനായ പിതാവ് യജ്ഞത്തിന് വേണ്ടി ബലി കൊടുക്കുകയാണല്ലോ ചെയ്തത്. അതുകൊണ്ട് അയാളുടെ മകനല്ല എന്ന് ആൾ വാദിച്ചു. പിന്നെ രക്ഷിച്ചത് വിശ്വാമിത്രനാണ്. അതുകൊണ്ട് രക്ഷിതായ പിതാവ് എന്ന് പറഞ്ഞാൽ പാതീതി പിത എന്നുണ്ടല്ലോ. അപ്പോൾ രക്ഷിക്കുന്നവനാണ് പിതാവ്.
വിശ്വാമിത്രനാണ് ഈ കുട്ടിയുടെ പിതാവ് എന്ന് സദസ്സ് വിധിച്ചു. അതുകൊണ്ട് വിശ്വാമിത്രൻ്റെ കുട്ടിയെ കൂട്ടിയിട്ട് തൻ്റെ മക്കളുടെ എത്തിയെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ജ്യേഷ്ഠപുത്രനായിട്ട് ഇയാളെ കരുതണമെന്ന് പറഞ്ഞു. അവർ കൂട്ടാക്കിയില്ല എന്നൊക്കെയാണ് മറ്റു പുരാണങ്ങളിൽ. ഇവിടെ ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. ഏതായാലും ഇങ്ങനെ ആ ശുനശേവൻ രക്ഷപ്പെട്ടു. യാഗത്തിൽ രാജാവിന് ഫലമൊക്കെ കിട്ടുകയും ചെയ്തു. അപ്പൊക്കെ തപസ്സിന് വിഘ്നം ഉണ്ടാവുക. ഈ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് നോക്കണം വിശ്വാമിത്രൻ്റെ സ്ഥിതി. അദ്ദേഹം പല പ്രാവശ്യം പലതിലും ഇടപെട്ടിട്ടാണ് ബുദ്ധിമുട്ടൊക്കെ. തപസ് നിൽക്കുന്നതിനിടയ്ക്ക് ഈ കാര്യമൊക്കെ ഏറ്റെടുത്തു, അതിനൊക്കെ ഇടപെട്ടു. അപ്പോൾ അവിടെ വീണ്ടും തപസ് വിഘ്നമുണ്ടായി. അതിനുശേഷം എന്ത് ചെയ്തു? പിന്നെ 1000 വർഷം തപസ് ചെയ്തു എന്നാണ്, കുറച്ചൊന്നുമല്ല. വിശ്വാമിത്രോ വിധർമാത്മാ ഭൂയസ്തേവേ മഹാതപ പുഷ്കരേഷു നരശ്രേഷ്ഠ ദശവർഷശതാനിരാം. 1000 വർഷം പുഷ്കര തീർത്ഥത്തിൻ്റെ സമീപത്ത് വീണ്ടും തപസ് ചെയ്തു. എന്തിനാണ് തപസ്? തനിക്ക് ബ്രഹ്മർഷി പദം തന്നെ നേടണം എന്നുള്ള വിചാരത്തിലാണ്. അങ്ങനെ ഇരിക്കെ അവിടെ ദേവന്മാരൊക്കെ വന്നു ചേർന്നു. അദ്ദേഹത്തിന് തപസ്സിന് ഫലം കൊടുക്കാനായി വന്നു. അബ്രവീൽ സുമഹാതേജ ബ്രഹ്മ സ്വരുചിരം വചാം ഋഷിത്വമസി ഭദ്രന്തേ സ്വാർജിതൈ കർമ്മഭിശുഭൈ തമേവ മുക്ത്വാ ദേവേശത്രിദിവം പുനരഭ്യകാൽ വിശ്വാമിത്രോ മഹാതേജ ഭൂയ സ്തേവേ മകൾ തപാം. അങ്ങേക്ക് ഋഷിയായി ഭവിച്ചിരിക്കുന്നു എന്ന് ബ്രഹ്മാവ് മുതലായവരൊക്കെ വീണ്ടും പറഞ്ഞു. പക്ഷെ അദ്ദേഹം വീണ്ടും തപസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഋഷി എന്നുള്ള പദേ അവർ ഉപയോഗിച്ചിട്ടുള്ളൂ, ബ്രഹ്മർഷി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം വീണ്ടും വിശ്വാമിത്രോ മഹാതേജ ഭൂയസ്തേവേ മഹൽതപ എന്നാണ് വീണ്ടും അതികഠിനമായ തപസ് ചെയ്തു. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ തപസ് ഇളക്കാന്നൊക്കെ വേണം ദേവന്മാരുടെ നിർദ്ദേശപ്രകാരമാവാം അപ്സരസ് ആയ മേനക അവിടത്തേക്ക് വന്നു എന്നാണ് എന്ന് ചിലക്ക് പറഞ്ഞ മേനക അവിടെ കുളിക്കാൻ വന്നു ഇവിടെ യഥാർത്ഥം പറയുന്നുള്ളൂ. തതക്കാലേന മേനകാപരമപ്സര പുഷ്കരേഷു നരശ്രേഷ്ഠ സ്നാതും സമുപചക്രമേ. അപ്സരസുകളിൽ പ്രസിദ്ധിയായിരിക്കുന്ന മേനക ആ പുഷ്കര തീർത്ഥത്തിൽ കുളിക്കാനായിട്ട് വന്നു. അപ്പോൾ നോക്കണേ, എത്രയോ കൊല്ലം തപസ് ചെയ്താണ് വിശ്വാമിത്രൻ. 1000 10 പിന്നെ ഒരു പ്രാവശ്യം 1000 കൊല്ലം തപസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വസിഷ്ഠൻ ആ സമയത്ത് പോയി വീണ്ടും തോറ്റു, തിരിച്ചു പോകുന്നു, പിന്നെയും തപസ് ചെയ്തു എന്നൊക്കെ നമ്മൾ കേട്ടു. എന്നിട്ട് പോലും ഇത്രയൊക്കെ തപസ്സിലായിട്ട് പോലും മനസ്സിനെ വേണ്ട പോലെ ഗ്രഹിക്കാൻ സാധിച്ചില്ല എന്നർത്ഥം. ആ സ്നാനം ചെയ്യാമെന്ന ഈ ഇടിമിന്നൽ പോലെ സുന്ദരിയായിരിക്കുന്ന മേനയെ കണ്ടപ്പോൾ ആപ്പാടെ മദനപരവശനായി ഞാൻ. കന്ദർപ്പദർപ്പവശകോ മുനിസ്ഥാപിത വബ്രവിൽ അപ്സര സ്വാഗതം തേസ്തു വസതേഹമശ്രമേ. ആ മേനക എടുത്ത് എന്നിട്ട് പറഞ്ഞു, അല്ലയോ മേനക, നീ എൻ്റെ മനസ്സിനെ അപഹരിച്ചിരിക്കുന്നു, നീ എൻ്റെ അടുത്ത് താമസിക്കുമോ, എൻ്റെ അടുത്ത് കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ മദനമോഹിതനായ എന്നെ അനുഗ്രഹിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. തപസോഹി ഇത്യുക്വാസാവരാരോഹ തത്രവാസമഥാകലുൽ. അപ്സരസുകൾക്ക് പിന്നെ അങ്ങനെ പാതിവൃത്യത്തിൻ്റെ വിഷമങ്ങളൊന്നുമില്ല. ഈ വിശ്വാമിത്രൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൾ അദ്ദേഹത്തോടു കൂടി കഴിഞ്ഞു കുറേ കാലം. അപ്പോഴും ഈ സ്ത്രീ സേവ കൊണ്ട് അദ്ദേഹത്തിൻ്റെ തപസ്സൊക്കെ വീണ്ടും നഷ്ടപ്പെട്ടു. വളരെ കാലത്തെ ഇതുകൊണ്ട് ആ തപസ്സൊക്കെ ഉണ്ടായി. തപസ് കാമവും ക്രോധമൊക്കെ തപസ്സിന് വിഘ്നം ഉണ്ടാക്കുന്നതാണ്. നേരത്തെ മക്കളോട് ക്രോധിച്ചു, അങ്ങനെ കുറേ തപസ്സിന് വിഘ്നമുണ്ടായി. ഇപ്പോൾ ഈ മേനകയോടുള്ള സംസർഗം കൊണ്ടും കാലം കുറേ കഴിഞ്ഞുപോയി. കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഈ വിശ്വാമിത്രന് തനിക്ക് തപോവിഘ്നം സംഭവിച്ചു എന്നും താൻ പ്രധാനപ്പെട്ടൊരു സംഗതിക്ക് വേണ്ടി പുറപ്പെട്ടിട്ട് ഇങ്ങനെ മേനകയിൽ ഭ്രമിച്ചു വശായല്ലോ എന്നൊക്കെ വിചാരിച്ചത്. സർവം സുരാണാം കർമ്മം ഏത് തപോഹരണം മഹൽ. വിശ്വാമിത്രൻ വിചാരിച്ചു, എൻ്റെ ഈ കർമ്മത്തിന്, എൻ്റെ തപസ്സിന് വിഘ്നമുണ്ടാക്കുന്നത് ദേവന്മാരുടെ പണിയാണ്. അഹോരാത്രോപദേശേനാഗത സംവത്സരാദശ. എത്രയോ കാലം ഇപ്പോഴും കഴിഞ്ഞു. ഈ മേനകയോടുകൂടി കഴിഞ്ഞിട്ടും തപസ് കുറേ നശിച്ചു. 10 വർഷങ്ങളൊക്കെ ഒരു രാവും പകലും എന്ന പോലെയാണ് കരുതിയെന്നാണ്. പക്ഷേ ഈ കാമഭോഗങ്ങളിൽ ഏർപ്പെടുമ്പോൾ കാലം പോകുന്ന അറിയില്ല. ഒരു 10 വർഷത്തോളം കഴിഞ്ഞു പോയി മേനകയോടുള്ള ഈ സഹവാസം. പക്ഷെ ഒരു രാവും പകലും കഴിഞ്ഞ പോലെ ഒരു ദിവസം പോലെ തോന്നിയുള്ളൂ എന്നാണ്. അപ്പം അദ്ദേഹം ഏതായാലും പിന്നെ ഈ മനസ്സിനെ വീണ്ടെടുത്തിട്ട് പശ്ചാത്താപത്തോടു അദ്ദേഹം നെടുവീർപ്പിട്ടു. മേനകയാകട്ടെ പേടിച്ച് പരിഭ്രമിച്ചു. കാരണം താൻ തപസ്സിന് വിഘ്നം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ശപിക്കുമെന്ന് പേടിച്ചിട്ടാണ്. ഭീതാമപ്സരസം ദൃഷ്ട്വാവേപന്തിം പ്രാഞ്ജലിം സ്ഥിത മേനകാം മധുരൈർവാക്യൈ വിസജ്യ കുശി അത്ഭുതാം. പക്ഷെ എന്തുകൊണ്ടോ മേനകയോട് വിശ്വാസത്തിന് ക്രോധിച്ചില്ല.
ക്രോധിച്ചാൽ ക്രോധം കൊണ്ടും തപസ് നഷ്ടപ്പെടും. അതുകൊണ്ടും ആയിരിക്കാം. കാരണം തൻ്റെ തന്നെ ദൗർബല്യം കൊണ്ടാണല്ലോ. അതുകൊണ്ട് പരിഭ്രമിച്ചൊന്നുമില്ല. എന്നിട്ട് അവളോട് പറഞ്ഞു, പോയിക്കോളാൻ പറഞ്ഞു. പശ്ചാത്തപിച്ചിട്ട് ആ അപ്സരസിനെ നോക്കിയിട്ട് നല്ല വാക്ക് പറയുക ചെയ്തതാണ്. അവളെ ഉപേക്ഷിച്ചിട്ട് പിന്നീട് അദ്ദേഹം ഉത്തരപർവ്വതത്തിലേക്ക് തപസ്സിന് പോയി. ഇപ്പോൾ തപസ്സിൻ്റെ സ്ഥലം തന്നെ മാറ്റിക്കഴിഞ്ഞു. ഒരിക്കലും ഹിമാലയത്തിൽ കിഴക്ക് ഭാഗത്താണ് തപസ് ചെയ്യുന്നത്. പിന്നെ പശ്ചിമ തീർത്ഥത്തിൽ പുഷ്കര തീർത്ഥത്തിൽ നിന്ന് തപസ് ചെയ്തു. അവിടെ തപസ് ചെയ്യാൻ ആരംഭിക്കുന്നത് തപസ് കുറച്ച് മുന്നോറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ അജീകർത്തൻ ശുനശേവൻ്റെ കാര്യത്തിൽ ഇടപെട്ടത്. അത് കഴിഞ്ഞിപ്പോൾ മേനകയായിട്ടുള്ള സഹവാസം കൊണ്ട് കുറേ വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു. ഏതായാലും മേനക അദ്ദേഹം ശപിക്കുകയൊന്നും ചെയ്തില്ല. മേനക പറഞ്ഞതിന് ശേഷം വീണ്ടും തപസ്സിന് പുറപ്പെട്ടു എന്നാണ്. വളരെയധികം ക്ലേശവും ധാരാളം പരീക്ഷണങ്ങളും വെല്ലുവിളികളും പ്രലോഭനങ്ങളൊക്കെ നേരിട്ടിട്ടാണ് വിശ്വാമിത്രൻ ഇത്ര വലിയ ഉന്നത പദവിയിലെത്തിയെന്ന് കാണിക്കലാണ് ലക്ഷ്യം. അവിടുന്ന് അദ്ദേഹം എന്ത് ചെയ്തു? ഉത്തരം പർവ്വതൻ രാമ വിശ്വാമിത്രോജകാമഹാം, വടക്കം പർവ്വതത്തിലേക്ക് പോയി. സകൃത്വാ നൈഷ്ഠികം ബുദ്ധിം ഏതു കാമോ മഹായശാം, താൻ ജയിക്കുന്നേ ചെയ്യും എന്നുള്ള വിചാരത്തോടു കൂടിയിട്ട് ദേവന്മാർക്ക് പോലും ഭയം ഉണ്ടാക്കുന്ന രീതി തപസ് ചെയ്തതാണ്. അങ്ങനെ തപസ് വർദ്ധിച്ചുകൊണ്ടിരിക്കെ ദേവന്മാരൊക്കെ കൂടി ഒത്തുകൂടി. ഈ തപസ് വളരെ വർദ്ധിച്ചു കഴിഞ്ഞാൽ ദേവന്മാർക്കൊക്കെ പരിഭ്രമമാണ്. അവർ എന്താ ചെയ്തത്? ദേവതാനം വജസ്തൃത്വ, അവർ എന്നിട്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു, ഈ തപസ്സിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം. തസ്യ വർഷസഹസ്രാണി ഘോരം തപ ഉപാസതാം, ആയിരക്കണക്കിന് കൊല്ലം ഇദ്ദേഹം തപസ് ചെയ്യുന്നു. അതുകൊണ്ട് ഇതിനെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മാവ് പുറപ്പെട്ടു. ബ്രഹ്മാവ് അടുത്ത് ചെന്നു. സർവ്വലോക പിതാമഹനായിരിക്കുന്ന ബ്രഹ്മാവ് വിശ്വാസത്തോട് പറഞ്ഞു, മഹർഷേ വത്സ, നീ നല്ലത് വരട്ടെ, ഞാൻ നിൻ്റെ തപസ്സിൽ സന്തുഷ്ടനായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവിനോട്, പിതാമഹനായ ബ്രഹ്മാവിനോട് വിശ്വാമിത്രൻ പറഞ്ഞു, സ്വാർജിതങ്ങളായ ശുഭകർമ്മങ്ങൾ കൊണ്ട് എനിക്ക് ബ്രഹ്മർഷിപദം തന്നെ തരുന്നുണ്ടെങ്കിൽ ഞാൻ തപസ് അവസാനിപ്പിക്കാൻ ഞാൻ സന്തുഷ്ടനായി. പ്രാഞ്ജലി പ്രണതോഭൂത്വ വൃത്തിവാചപിതാമഹം ബ്രഹ്മർഷി ശബ്ദമതിലം സ്വാർജിതൈ കർമ്മഭിശുഭൈ യതി മേ ഭഗവാനാഹ തതോഹം വിജിതേന്ദ്രിയ തൗവാചതോ ബ്രഹ്മാനതാവൽ ത്വം ജിതേന്ദ്രിയാം. പക്ഷെ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ തപസ് ചെയ്ത് നമ്മൾ കണ്ടു. എന്തെല്ലോ പ്രലോഭനങ്ങളും വെല്ലുവിളിയൊക്കെ നേരിട്ട് തപസ് ചെയ്തത്. ബ്രഹ്മാവ് തപസ്സിന് അനുഗ്രഹിക്കാൻ വന്നവനാണ്. പക്ഷെ ഇപ്പോഴും ബ്രഹ്മാവത് പറഞ്ഞു, അങ്ങക്ക് ബ്രഹ്മർഷി പദം തരാൻ തക്കോളം ഇപ്പോഴും ആയിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണ്? അങ്ങക്ക് ഇന്ദ്രിയങ്ങൾ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തമുവാചതോ ബ്രഹ്മ ന താവൽ ത്വം ജിതേന്ദ്രിയാം. അല്ലയോ വിശ്വാമിത്ര, അങ്ങക്ക് ഇന്ദ്രിയ ജയം ഇനിയും സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ മേനയെ കണ്ട് പരിഭ്രമിച്ച് മേനയോടൊത്ത് കുറച്ചു കാലം സഹവസിച്ചു. അതുകൊണ്ട് അങ്ങക്ക് ഋഷി പദവി ഉണ്ട് എന്നല്ലാതെ ബ്രഹ്മർഷി എന്നുള്ള പദവി നൽകാൻ ഇപ്പോഴും ആയിട്ടില്ല, അങ്ങ് ജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. വിശ്വാമിത്രന് സങ്കടവും ദേഷ്യമൊക്കെ വന്നു. എന്നാൽ അദ്ദേഹം എന്ത് ചെയ്തു? ബ്രഹ്മർഷി പദം നേടിയിട്ടേ തിരിച്ചു പോകുള്ളൂ എന്നുള്ളക്ക് നിരാലംബനായിട്ട് വായു മാത്രം ഭക്ഷിച്ചുകൊണ്ട് ഗംഭീരമായ തപസ് വീണ്ടും ആരംഭിച്ചു എന്നാണ്. ഊർധ്വബാഹുർ നിരാലംബോ വായുഭക്ഷ തപസ്തരൻ ഘർമ്മേ പഞ്ചതപാഭൂത്വ വർഷസ്വാകാശ സംശ്രയാം. പഞ്ചാഗ്നി മധ്യത്തിരുന്നിട്ട് ചൂട് കാലത്ത്, വേനൽക്കാലത്ത് പഞ്ചാഗ്നി മധ്യത്തിരുന്നിട്ടും മഴയുള്ളതായ സമയത്ത് വലിയ തണുത്ത വെള്ളത്തിലിരുന്നിട്ടും ഒക്കെ തപസ് ചെയ്തു താൻ. അങ്ങനെ ഗംഭീരമായി തപസ് ചെയ്തു. ആയിരക്കണക്കിന് കൊല്ലുകയും ചെയ്തു. അങ്ങനെയൊക്കെ കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വിശ്വാമിത്രൻ്റെ തപസ്സിന് വേറെ ചില വിഘ്നങ്ങൾ ഉണ്ടാകുന്നതിനെ പറ്റിയാണ് പിന്നെ പറയുന്നത്. അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദേവന്മാർ രംഭയെ പറഞ്ഞയച്ചു. രംഭ ഒരു അപ്സരസാണല്ലോ. അവൾ പറഞ്ഞു, ആ മഹർഷി എങ്ങനെയെങ്കിലും മോഹിപ്പിച്ചിട്ട് ആ തപസ്സിന് വിഘ്നം ഉണ്ടാക്കണേന്ന് പറഞ്ഞു. ഇന്ദ്രനാണ് ആവശ്യപ്പെട്ടത്. രംഭ ഭയന്നുകൊണ്ട് ഇന്ദ്രനോട് പറഞ്ഞു, വിശ്വാമിത്ര മഹർഷി വളരെ ഘോരനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്രോധത്തിന് ദേവൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവളോട് ഇന്ദ്രൻ പോലെ, നീ പേടിക്കൊന്നും വേണ്ട, നീ എൻ്റെ ആജ്ഞ നിർവഹിക്കുമോ, നിനക്ക് ഭദ്രം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അവളാകട്ടെ നല്ല രൂപഭംഗിയോട് കൂടിയിട്ട്, സ്വതേ തന്നെ സുന്ദരിമാരാണ് അപ്സരസുകൾ. ആ തൻ്റെ സൗന്ദര്യത്തെ 10 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ബഹുഗുണമായി വർദ്ധിപ്പിച്ചു എന്നാണ്. ത്വം ഹി രൂപം ബഹുഗുണം കൃത്വാ പരമഭാസ്വരം തമൃഷിം കൗശികം ഭദ്രേ ഭേദയസ്വാ തപസ്വിനം എന്നൊക്കെയാണ് ഇന്ദ്രൻ പറഞ്ഞതും. നീ കുറച്ചുകൂടി സുന്ദരിയായി ചെയ്തിട്ട് അവളെ അദ്ദേഹത്തിൻ്റെ തപസ്സിന് വിഘ്നം ഉണ്ടാക്കുമെന്നാണ്. അവിടെ ചെന്നു
സംഗീതം കൊണ്ടും നൃത്തം കൊണ്ടുമൊക്കെ അദ്ദേഹത്തെ ആകർഷിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഈ നൃത്തവും ഈ പുറപ്പാടൊക്കെ കണ്ടപ്പോൾ ബാക്കി നേരത്തെയും ചില പരീക്ഷണങ്ങൾ വിധേയനായ ആളാണ് വിശ്വാമിത്രൻ. അതുകൊണ്ട് വിശ്വാമിത്രന് തോന്നി, അദ്ദേഹം സന്ദേഹം ഉണ്ടായി. അദ്ദേഹം ക്രോധാവിഷ്ടനായിട്ട് ഇങ്ങനെ ശപിച്ചു, രംഭേ, നീ കാമക്രോധങ്ങളെ ജയിക്കാൻ ആഗ്രഹിക്കുന്ന എന്നെ ഇങ്ങനെ പ്രലോഭിപ്പിക്കുകയാണല്ലോ, അതുകൊണ്ട് നീ 10,000 വർഷം കല്ലായി പോട്ടെ ശപിച്ചു. ദശവർഷ സഹസ്രാണി ശൈലി സ്ഥാസ്യത് ദുർഭഗാം. ഇപ്പോൾ കാമത്തിന് വിധേയനായില്ലെങ്കിലും അദ്ദേഹം ക്രോധത്തിന് വിധേയനായി. ക്രോധവും തപസ്സിനില്ലാതാക്കുന്നതാണ്. വിശ്വാസത്തിൻ്റെ കഷ്ടം ആലോചിച്ച് നോക്കണം. അദ്ദേഹം ഇപ്പോൾ കാമവൃത്തിയിൽ ഇടപെട്ടില്ല, കാമവൃത്തി ചെന്ന് വീണില്ല, പക്ഷേ ക്രോധം ഉണ്ടായി. ഇപ്പോൾ ക്രോധം കൊണ്ടും തപസ്സിന് വിഘ്നം ഉണ്ടാവും. അതുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിന് ഇതുവരെയുള്ള തപസ്സിൻ്റെ ഗുണമില്ലാതായി, ആർജിച്ച തപസ്സയ്ക്കൊക്കെ നഷ്ടപ്പെട്ടു എന്നാണ്. തസ്യശാപേന മഹതാരംഭ ശൈലീ തഥാ ഭൂൽപദസ്വത്വാധരന്തർപ്പോ മഹർഷേ സഥ നിർഗത കോപേന ച മഹാതേജ തപോപഹരണേ കൃതേ ഇന്ദ്രിയരജിതൈരാമ നലേപേ ശാന്തിവർദ്ധനാം. ഇപ്പോൾ വേറൊരാൾ പറയുന്നുള്ള തനിക്ക് തന്നെ തോന്നി, വിശ്വാസത്തിൻ്റെ തോന്നി, താൻ കാമത്തിനും ക്രോധത്തിനും ഒക്കെ അടിപ്പെട്ടിട്ട് തൻ്റെ ആത്മതേജസ് കുറഞ്ഞു ആണല്ലോ എന്ന് വിചാരിച്ചു. ഏതായാലും തൻ്റെ പ്രധാന ലക്ഷ്യമായിരിക്കുന്ന ബ്രഹ്മർഷിപദം എന്നതിനെ അദ്ദേഹം വേണ്ടാന്ന് വെച്ചില്ല, വീണ്ടും തപസ് ചെയ്തു. അതാണ് പിന്നീട് 65-ാം സർഗത്തിൽ പറയുന്നത്. ഹൈമവതി രാമ, ആ പർവ്വത പ്രദേശം, ഹിമോൽ പ്രദേശം വഴി അവിടുന്ന് പോയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, പൂർവാന്തിശമനുപ്രാപ്യ തപസ്തേവേ സുധാരണം. ഭാരതത്തിൻ്റെ രീതി പറഞ്ഞാൽ വടക്ക് ഭാഗത്താണല്ലോ ഹിമാലയം, അതിനുപയോഗിച്ച് അദ്ദേഹം കിഴക്കൻ ദിക്കിലേക്ക് തപസ് ചെയ്യാൻ പോയി എന്നാണ്. ചുരുക്കത്തിൽ എല്ലാ ദിക്കിലും തപസ് ചെയ്തു അദ്ദേഹം ഈ കാര്യമൊക്കെ നേടാൻ വേണ്ടി. 1000 കൊല്ലം പിന്നെയും തപസ് ചെയ്തു. മൗനം വർഷസഹസ്രസ്യ കൃത്വാ പ്രഥമനന്ദമം പൂർണ്ണേ വർഷസഹസ്രേതു കാഷ്ടഭൂതം മഹാമുനിം. ഒരു മരക്കൊള്ളി പോലെ വികാരങ്ങളൊക്കെ ജയിച്ച് ഇളകാത്ത തൂണുപോലെ തപസ് ചെയ്തു നോക്കിയാൽ. അപ്പോഴെന്ത് ചെയ്തു വെച്ചാൽ അദ്ദേഹത്തെ പരീക്ഷിക്കാന്നൊക്കെ ഇന്ദ്രൻ വന്നിട്ട് അന്നം യാചിച്ചു. അദ്ദേഹം ക്ലേശ് സമ്പാദിച്ച കുറേ കാലമായിട്ട് ആഹാരമൊന്നുമില്ല, ഉള്ള ആഹാര വസ്തുക്കളൊക്കെ ഇന്ദ്രന് കൊടുത്തു. ഇതൊക്കെ ചെയ്തു എന്നാൽ ശ്വാസം പോലും നിയന്ത്രിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മൂർധാവിൽ നിന്ന് അഗ്നിജ്വാലകളൊക്കെ പൊങ്ങി. ഈ തപസ്സിൻ്റെ ഊഷ്മളത, അതിൻ്റെ ചൂടുകൊണ്ട് ദേവന്മാരും ഋഷികളും ഗന്ധർവന്മാരും ഗ്രഹങ്ങളും ഒക്കെ വിഷമിച്ചു എന്നാണ്. അവർ വീണ്ടും പിതാമഹനോട് പറഞ്ഞു, അല്ലയോ പിതാമഹ, ഈ വിശ്വാസത്തിൻ്റെ തപസ് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ വേണ്ടി ചെയ്യണമെന്നാണ്. ബഹുഭിക്കാരണേ ദേവ വിശ്വാമിത്രോ മഹാമുനി ലോഭിത ക്രോധിതസ്ഥൈവ തപസാചാഭിവന്തതേ. പല വഴിയും നോക്കിയാണ് തപസ്സില്ലാതാക്കാൻ. കാമവൃത്തിയിൽ ഏർപ്പെടുത്തിയിട്ടും അയാളെ പ്രലോഭിപ്പിച്ചിട്ടും ക്രോധം വരുത്തിയിട്ടൊക്കെ, എന്നിട്ടും അദ്ദേഹം തപസ് വേണ്ടാന്ന് വെച്ചില്ല. ആ വിശ്വാമിത്രൻ്റെ ആ ദൃഢനിശ്ചയത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന് പരാജയമൊക്കെ ഉണ്ടായി, പക്ഷെ ഓരോ പ്രാവശ്യം വീഴുമ്പോഴും അത് വീഴ്ചയിൽ നിന്ന് ഉയർന്നു വന്ന് ലക്ഷ്യം സാധിക്കുന്ന രീതിയിൽ ഉറപ്പിച്ചു. സാഗരാക്ഷുഭിതാസർവേ വിശീര്യന്തേജ പർവ്വതാം. കടലുകളൊക്കെ ഇളകി മറിഞ്ഞു ഇദ്ദേഹത്തിൻ്റെ തപസ്സിൻ്റെ ശക്തി കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങി എന്നൊക്കെയാണ്. ഇത്രയൊക്കെയാണ് തപസ്സിൻ്റെ ശക്തിയായിട്ട് വർണ്ണിച്ചത്. ഇങ്ങനെ അതിഗംഭീരമായ തപസ്സാണ്. അതുകൊണ്ട് ബ്രഹ്മന്ന പ്രജാനീമോ നാസ്തികോജായ തേജന സമ്മൂഢവിവത്രൈലോക്യം സംപ്രക്ഷുഭിത മാനസം. അതിൽ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ തപസ്സിന് ഫലം കിട്ടുന്നില്ല, ഇത്രയൊക്കെ വലിയ തപസ് ചെയ്തിട്ടും ഫലമൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആളിൽ നാസ്തികന്മാരായി തീരും. അതുകൊണ്ട് അങ്ങ് ഇദ്ദേഹത്തിന് തപസ്സിൻ്റെ ഫലം കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മാവ് പുറപ്പെട്ടു. ബ്രഹ്മാവ് എന്താണോ അങ്ങേക്ക് വേണ്ടത് അതൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. വേറെ പല പ്രലോഭനങ്ങളൊക്കെ വെച്ചെങ്കിലും അദ്ദേഹം അതൊക്കെ തള്ളിക്കളഞ്ഞു. അങ്ങനെ അവസാനം എന്ത് ചെയ്തു, ബ്രാഹ്മണ്യം തപസവും ഗ്രേണ പ്രാപ്തവാനസി കൗശിക. വിശ്വാമിത്രനോട് പറഞ്ഞു, അല്ലയോ വിശ്വാമിത്ര, അങ്ങ് ബ്രാഹ്മണ്യം നേടിയിരിക്കുന്നു, ബ്രഹ്മർഷിയായിരിക്കുന്നു പറഞ്ഞു. ബ്രഹ്മർഷേ അങ്ങേക്ക് പരമക്ഷയം ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. പിതാമഹ വധശ്രുത്വാം സ്വസ്തി പ്രാപ്നുഹി ഭദ്രന്തേ ഗച്ഛ സൗമ്യഥാ സുഖം. വിശ്വാമിത്രനോട് ബ്രഹ്മാവ് പറഞ്ഞു, അങ്ങ് തപസ്സിൻ്റെ ഫലമൊക്കെ പ്രാപിച്ചു കഴിഞ്ഞു, ഇനിയും തപസ് നിർത്തിയിട്ട് സുഖമായി പോയിക്കൊള്ളൂ, അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മർഷി പദവി സർവലോക പിതാമഹനായ ബ്രഹ്മാവ് കൽപ്പിച്ചു കൊടുത്തു. അതോടുകൂടി വിശ്വാമിത്രൻ സന്തുഷ്ടനായി. അങ്ങനെയാണ് അദ്ദേഹം ലോകപ്രശസ്തനായ ബ്രഹ്മർഷിയായി തീർന്ന നടത്തും. ഈ കഥകളൊക്കെയാണ് ആ മിഥില രാജധാനിയിൽ വെച്ചിട്ട് ശതാനന്ദൻ എന്ന പുരോഹിതൻ ഇദ്ദേഹത്തിൻ്റെ പഴയ കഥകളൊക്കെ പറഞ്ഞാൽ, ബ്രഹ്മർഷിത്വന്ന സന്ദേഹം സർവം സമ്പദ്യതേതവ ഇത്യുക്ത്വാ ദേവതാ ചാവി സർവാജഗ്മം യഥാഗതം വിശ്വാമിത്രോ വിധർമാത്മാ ലബ്ധ്വാ ബ്രാഹ്മണ്യമുത്തമം
പൂജയാമാസ ബ്രഹ്മർഷിയും വസിഷ്ഠം ജപതാംബരം. അങ്ങനെ ബ്രഹ്മർഷി പദവി എട്ടിയതിന് ശേഷം അദ്ദേഹം ബ്രഹ്മാനുഭവിച്ചു. അതിന് വസിഷ്ഠനെ ചെന്നിട്ട് വളരെ കണ്ടു. അതിന് ആ പ്രതികാരബുദ്ധിയെ കുറെ കഴിഞ്ഞുവല്ലോ. അദ്ദേഹം വസിഷ്ഠനെയും പോയി പൂജിച്ചു. അങ്ങനെ കൃതാർത്ഥനായിട്ട് പോയി സഞ്ചരിച്ചു. ഇങ്ങനെയൊക്കെയാണ് അല്ലയോ ശ്രീരാമ ഈ വിശ്വാസത്തിൻ്റെ പഴയ കഥകളിൽ നിന്നൊക്കെ ശതാനന്ദൻ മിഥില രാജാരി വെച്ച് വന്നതാണ്. ഇങ്ങനെ ആ കളിതൊക്കെ പറഞ്ഞു. അവർ സ്വപ്രഭാതേ മഹാതേജാദഷ്ടം അർഹസി പുനഃ സ്വാഗതം ജപതാം ശ്രേഷ്ഠ മാം അനുജ്ഞാവിധോ അർഹസി. അവിടെ അവർ പോയിട്ടുള്ളത് ഈ ധനുയാഗം കാണാൻ വേണ്ടിയിട്ടാണ്. കേമമായിരിക്കുന്ന വില്ല് കാണണം. അതൊക്കെ നാളെ അങ്ങനെ ആ രാത്രി കഴിഞ്ഞുകൂടി. അങ്ങനെ വിശ്വാമിത്രോ ധർമാത്മാ. അപ്പോൾ വിശ്വാമിത്രൻ്റെ ഈ കഥകളൊക്കെ വിശ്വാമിത്രൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ശതാനന്ദൻ മറ്റു മഹർഷിമാർക്കും രാമനും കേൾക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ അവരവിടെ സുഖമായിട്ട് കഴിഞ്ഞു. പിറ്റേന്ന് പ്രഭാതത്തിലാണ് ആ ശൈവജാപം വരുത്തുകയും ശൈവജാപം രാമൻ കൊലയേറ്റുന്നതും ആ ചാപഭഞ്ജനത്തോടു കൂടിയിട്ട് സീതയുടെ ഭർത്തൃപദവിക്ക് അർഹനായിത്തീരുന്നൊക്കെ കഥകളാണ് ഇനിയുള്ളത്. അത് അടുത്ത പ്രഭാഷണത്തിൽ കേൾക്കാം. തൽക്കാലം ഇവിടെ വിരമിക്കുകയാണ്. നമസ്കാരം.